ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ഇൻ 8085 മൈക്രോ പ്രോസസ്സർ. അതിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. അതായത് എപ്പോഴും നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒരു മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് നമ്മൾ കൊടുക്കുകയാണ് ത്രൂ പ്രോഗ്രാമിംഗ് വഴിയല്ല, നമ്മൾ അതിനെ എന്താണ് കമാൻഡ് ചെയ്യുകയാണ്. ഇന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെ കമാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേർഡ് സൈസിൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതേപോലെ എന്താണ് ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ടും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡാറ്റ സൈസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ വേർഡ് സൈസിൻ്റെ ബേസിൽ ഇൻസ്ട്രക്ഷനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ബേസ്ഡ് അപ്പോൺ ഓപ്പറേഷൻ്റെ ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് യൂസർ ത്രൂ പ്രോഗ്രാം വഴി കമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ടാസ്ക് ചെയ്യണമെന്ന് പറയുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്, അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ IO ഇൻസ്ട്രക്ഷൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസ്ഡ് അപ്പോൺ ഓപ്പറേഷൻ്റെ കേസിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ടു എക്സിക്യൂട്ട് എ ടാസ്ക്. അതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിൽ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡാറ്റ ഒരു രജിസ്റ്ററിൽ നിന്നും ഒരു മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ 2 മെമ്മറി തമ്മിലോ അല്ലെങ്കിൽ 2 രജിസ്റ്റർ തമ്മിലോ ഉള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആ ടൈപ്പ് കാറ്റഗറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അതായത് മൂവ്, MVI, MOV, A to B അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തം നമ്മുടെ 8085 80 മേളിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി അതിനെ എന്താണ് ഗ്രൂപ്പിംഗ് ചെയ്യാണ്. ആ ഗ്രൂപ്പിംഗ്സ് ആണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ അരിത്തമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ബേസ്ഡ് അപ്പോൺ ഓപ്പറേഷൻ്റെ ബേസിൽ അതിനെ കാറ്റഗറി ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി വെക്കുക. പ്രോഗ്രാമൊക്കെ വരുമ്പോഴേ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, എന്താണ് ആ ഒരു കമാൻഡ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് മനസ്സിലാകാതെ വരും. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒരിക്കലും ഒന്നാണ് ആ ഡാറ്റയ്ക്കൊരു ഷോർട്ടേജ് അല്ലെങ്കിൽ ലോസ് അവിടെ ഉണ്ടാവുന്നില്ല. എന്താണോ അവിടെ നിന്ന് വിട്ടത് അത് രണ്ടാമത്തെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ അവിടെ എത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അഡീഷൻ, പേര് തന്നെ വ്യക്തമാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ കാറ്റഗറിയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. അപ്പോൾ അതിപ്പം ഒരു രജിസ്റ്ററിൽ ഉണ്ടാവുന്ന കണ്ടൻറ്റ് ആവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു A എന്ന് പറയുന്ന ആ രജിസ്റ്ററിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. കണ്ടില്ല, ആ സെല്ലിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞു ഒരുപാട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്, ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ നമ്മൾ 16 ബിറ്റ് രജിസ്റ്റേഴ്സായ സ്റ്റാക്ക് പോയിൻ്റ്, പ്രോഗ്രാം കൗണ്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചിലപ്പോൾ നമുക്ക് അതിലുള്ള കണ്ടൻറ്റ് ആവാം നമ്മൾ ഈ അരിത്തമിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതല്ല, മേ ബി മെമ്മറി വെച്ചിട്ടാവാം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എപ്പോഴും ഓപ്പ് കോഡാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്നുള്ളതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ന്യൂമോണിക്സും നമ്മൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ ന്യൂമോണിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിരിക്കും അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏതാണോ ടാസ്ക് ആ ടാസ്ക്കാണ് അവിടെ ന്യൂമോണിക്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ആഡ് എന്ന് ഉദ്ദേശിച്ച് എന്തോ അഡീഷന് വേണ്ടിയിട്ടാണ്. അതാണ് ADD. അതുപോലെ SUB ഉദ്ദേശിച്ച് സബ്ട്രാക്ഷൻ്റെ, SUB സബ്ട്രാക്ട്, ഏതോ 2 സാധനങ്ങൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. INR എന്ന് ഉദ്ദേശിച്ച് ഇൻക്രിമെൻറ്റ്. നമ്മൾ പോപ്പിൻ്റെ കേസിൽ സ്റ്റാക്ക് പോയിൻ്റ് റേസിൽ പോപ്പിൻ്റെ കേസിൽ പറഞ്ഞിട്ടില്ലേ അത്. അതുപോലെ ഡാഡ് ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസാണ് ഈ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അതിന് നമുക്ക് അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ആർ, എം, ഡാറ്റ ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ജനറൽ കേസാണ്. ഈ ആഡ് ആർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഏത് രജിസ്റ്റേഴ്സും ആവാം. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. അതെല്ലാം ഏത് കോമ്പിനേഷൻ ഓഫ് രജിസ്റ്റേഴ്സും ആവാം നമ്മുടെ ഈ രജിസ്റ്റർ കാറ്റഗറിയിൽ നമുക്ക് പെടുന്നത്. അതുകൊണ്ട് സിംപ്ലി അബ്രിവേഷൻ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആവാം. എം ഉദ്ദേശിച്ചത് ക്യാപിറ്റൽ എം ഉദ്ദേശിച്ച് മെമ്മറിയാണ്. ഡാറ്റ 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ബേസ്ഡ് അപ്പോൺ ദ ടാസ്കിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഡ്, സബ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡാഡ് ഇതൊക്കെയാണ് ഈ ഒരു അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഡ് ആർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ആഡ് ബി ആണ്, രജിസ്റ്ററിന് ഞാനൊരു ബി ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എൻ്റെ ബി രജിസ്റ്റർ, അതായത് ജനറൽ പർപ്പസിലുള്ള രജിസ്റ്റർ. അപ്പോൾ അത് ആഡ് ബി എന്ന് ഞാൻ കൊടുക്കുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം അക്യുമുലേറ്ററിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിൻ്റെ അതായത് ആ അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് ഉദ്ദേശിച്ച് അതിൽ ഉണ്ടാവുന്ന ഡാറ്റ അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. ഞാനിപ്പോൾ ആഡ് ബി ആ കൊടുത്തെങ്കിൽ ബിയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ അക്യുമുലേറ്ററിൽ ഉള്ള കണ്ടൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഡ് ആർ കണ്ടില്ലേ, ഫസ്റ്റ് വൺ എ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഏരോ മാർക്ക് കൊടുത്തത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ആഡ് ആറിന് പകരം ഞാൻ ആഡ് ബി ആ കൊടുത്തെങ്കിൽ എനിക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്ന അക്യുമുലേറ്ററിലായിരിക്കും. എൻ്റെ അക്യുമുലേറ്ററിൽ ഉണ്ടാവുന്ന കണ്ടൻറ്റിൻ്റെ കൂടെ ആ കറസ്പോണ്ടിങ് രജിസ്റ്റർ ഏതാണോ നമ്മളവിടെ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ അസൈൻ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ അതിലുള്ള കണ്ടൻറ്റ്, ഞാനിപ്പോൾ ബി എ കൊടുത്തെങ്കിൽ ബിയിലുള്ള കണ്ടൻറ്റും അക്യുമുലേറ്ററിലുള്ള എൻ്റെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്തപ്പെട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? അക്യുമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ ആഡ് എം ആണെങ്കിൽ എന്തായിരിക്കും? ഇതേപോലെ അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ കൂടെ എം ഞാൻ പറഞ്ഞു പലതവണ, എം ഉദ്ദേശിച്ച് മെമ്മറിയാണ്. ഇത് എപ്പോഴും ഒരു പെയർ, HLൻ്റെ പെയർ ആയിട്ട് നമ്മൾ എപ്പോഴും മെൻഷൻ, അല്ലാണ്ട് ആഡ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതൊരു ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അല്ല നമ്മളത് യൂസ് ചെയ്യുന്നത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിലുള്ള പെയർ രജിസ്റ്റേഴ്സാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിലുള്ള പെയറിംഗ് രജിസ്റ്റർ HL ആണ്. HL പെയറാണ് നമ്മൾ യൂസ് ചെയ്യാറാണ്. അതാണ് മെമ്മറീൻ്റെ അലോക്കേഷൻ വരുന്നത്. അപ്പോൾ ആഡ് എം കൊടുക്കുമ്പോൾ എന്താ, നേരത്തെ ആഡ് ആറ് കൊടുത്തിരുന്നാണ് രജിസ്റ്ററിലുള്ള ബിയിലുള്ള കണ്ടൻറ്റ് പ്ലസ് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ്. ഇവിടെ എം ആണ്. ആ രജിസ്റ്ററിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് HL ആണ്. HL പെയർ രജിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റിൻ്റെ കൂടെ ആര് ആഡ് ചെയ്യപ്പെടും? അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്യും. അത് എന്നിട്ട് എവിടെ തന്നെ സ്റ്റോർ ചെയ്യും? നമ്മുടെ അക്യുമുലേറ്ററിൽ തന്നെ അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് ഇത്രയും പ്രോസസ്. ഇതേപോലെ സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയായിരിക്കും വരുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷനിൽ സബ്ട്രാക്ഷൻ, അഡീഷൻ, ഇൻക്രിമെൻറ്റ്, ഡാഡ് ഇങ്ങനത്തെ കേസസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ വരുന്നത് ADC-R എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചില കേസിൽ നമ്മൾ നേരത്തെ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ കേസൊക്കെ പറയുന്നത് ക്യാരി വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, നമുക്ക് പറഞ്ഞൂടെ ഏതാ എക്സാമ്പിൾ വരുമെന്ന്. അപ്പോൾ ക്യാരി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അഡീഷൻ ആയിരിക്കും, പക്ഷേ ദർ ഇസ് എ ചാൻസ് ഓഫ് അറൈസിങ് എ ക്യാരി ദർ. അതാണ് ADC-R എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ രജിസ്റ്റർ ഉണ്ടാവുന്ന കണ്ടൻറ്റ് കൂടെ ക്യാരി ഉണ്ടാവും. അത് അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് പ്ലസ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് പ്ലസ് ക്യാരി ആയിരിക്കും നമ്മൾ ആ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇതേപോലെ ADC-M എന്ന് പറയുമ്പോൾ ക്യാരി തന്നെയാണ് വരിക, പക്ഷേ അതിൻ്റെ കൂടെ അക്യുമുലേറ്റർ കണ്ടൻറ്റ് പ്ലസ് HL പെയർ, എം ഉദ്ദേശം മെമ്മറിയാണെന്ന് നമുക്കറിയാം. പിന്നെ വരുന്നത് ACI ഡാറ്റ എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ACI ഡാറ്റ 05 ഹെക്സ് വാല്യൂ, ഞാനൊരു 05 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ഞാൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആണ് കേസിൽ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെയും ക്യാരി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ ACI 05 ഹെക്സ്, അതായത് H ആയിരിക്കും അവിടെ റെപ്രസെൻറ്റ്. അങ്ങനെയാണെങ്കിൽ
ഏതോ 2 വാല്യൂ തമ്മിൽ അവിടെ ആഡ് ചെയ്ത് അതിൻ്റെ ഈ 05 എന്ന് പറയുന്ന ഡാറ്റ ആഡ് ചെയ്യണം, അതിലുണ്ടാകുന്ന ക്യാരി ആഡ് ചെയ്യണം, അക്യുമുലേറ്ററിലുള്ള വാല്യൂം കൂടിയായിരിക്കും അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഡാറ്റ ഉദ്ദേശിച്ചത് ഈ 05 ഏതാണോ ഇതിൻ്റെ കൂടെ ഡാറ്റ ആയിട്ട് 05 10 അല്ലെങ്കിൽ ഏതാണോ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ഡാറ്റ ആ രീതിയിൽ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നത്, ഇപ്പം നമ്മൾ ഒരു 2 8-ബിറ്റ് ഡാറ്റാസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് ഇൻസ്ട്രക്ഷൻസ് മതിയാകും. പക്ഷേ ഡാറ്റ ഇൻസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് ഡബിളായിട്ട് നമുക്ക് 2 തവണയായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. നമ്മൾ 16-ബിറ്റ് നമ്പേഴ്സ്, 2 16-ബിറ്റ് നമ്പേഴ്സാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ 16-ബിറ്റ് വരുമ്പോൾ എപ്പോഴും എന്താണ് അവിടെ ഉണ്ട് ഒരു ഹയർ ഓർഡർ, ആദ്യത്തെ നമ്പറിലും ഒരു ഹൈ വാല്യൂ ഉണ്ടാവും, ഹയർ ഓർഡർ വാല്യൂ ഉണ്ടാവും, രണ്ടാമത്തെ ഡിജിറ്റിലും ഒന്നുണ്ടാവും ഒരു ഹയർ ഓർഡർ വാല്യൂ ഉണ്ടാവും. കാരണം 16-ബിറ്റ് നമ്പർ, 2 16-ബിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 തവണ അതിന് ആഡ് ചെയ്യേണ്ടി വരും. നേരത്തെ കേസിൽ 8-ബിറ്റ് ആകുമ്പോൾ അതിന് ഹൈ ലോ എന്നൊന്നുമില്ല, എല്ലാം കൂടി ഒറ്റ ഇതേ ഉള്ളൂ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ 16-ബിറ്റ് നമ്പർ വരുമ്പോൾ നമുക്ക് ഈ ഹയർ ഓർഡറിലുള്ള 2 നമ്പേഴ്സും ലോവർ ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുത്ത 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യേണ്ടത്. അത് ഓരോന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യേണ്ടത്. അതാണ് ഡബിൾ എഡീഷൻ എന്നുള്ള ഇതിലാണ് നമ്മൾ ആ ഡാഡ് RP, അത് ഏതാണോ നമ്മൾ രജിസ്റ്റർ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത്. അതേപോലെ ഇനി നമ്മൾ നേരത്തെ ആഡിൻ്റെ കേസേ പറഞ്ഞിട്ടുള്ളൂ, ഇതേപോലെ ഇതും വരും, ആഡിനെ പോലെ സബ്ട്രാക്ഷൻ വരും. അതാണ് SUBR, SUBM, അതേപോലെ SUI ഡാറ്റ. ഇനി SUI 03H ആണെങ്കിൽ നമുക്കറിയാം എന്താ ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ഡാറ്റ ഞാനിപ്പോൾ 05 എടുത്തെങ്കിൽ A-03 ആയിരിക്കും എനിക്ക് കിട്ടേണ്ട SUI. ആ ഒരു കമാൻഡ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് പറയുന്ന ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നമുക്കറിയാം അഡീഷനാണ് വരുന്നെങ്കിലാണ് അവിടെ ക്യാരിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷേ സബ്ട്രാക്ഷൻ ആണെങ്കിലോ ബോറോൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം അഡീഷൻ്റെ അവിടെ ക്യാരീൻ്റെ കേസിൽ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദർ വിൽ ബി എ ഇൻസ്ട്രക്ഷൻ ഫോർ സബ്ട്രാക്ഷൻ. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് SBBR, SBBM, SBI ഡാറ്റ. ഡാറ്റയും അതിൻ്റെ ക്യാരി ഏതാണോ ബോറോ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ അക്യുമുലേറ്ററിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഈ ഇതാണ്. എവിടെയാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് R, ഞാൻ മുമ്പ് സ്റ്റാക്ക് പോയിൻ്റർ, പുഷ്, പോപ്പ് ഇൻസ്ട്രക്ഷൻസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇൻക്രിമെൻ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പോപ്പ് H ആണ്. സപ്പോസ് INR എന്നാണ് ഉദ്ദേശിച്ചത് R, അതിൽ ഏത് രജിസ്റ്റർ ആവാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രജിസ്റ്റർ H ആണെങ്കിൽ ഞാനൊരു ഇൻസ്ട്രക്ഷൻ്റെ സമയത്ത് പുഷ് H ആണ് കൊടുത്തത്. എനിക്കറിയാം അത് കൊടുത്തതിന് ശേഷം ഞാൻ പോപ്പ് H ആണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കാം. ഞാൻ ആ പോപ്പ് H കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം ഇനി ചെയ്യേണ്ടത് എൻ്റെ അഡ്രസ് ലൊക്കേഷൻസ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എന്നാലും മാത്രമേ എന്താണ് പുഷിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതായത് പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മെമ്മറിയിലുള്ളത് എനിക്ക് റീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പുഷിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻസാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് നേരത്തെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് വരുന്നത്. പുഷ് ഓപ്പറേഷൻ പ്രകാരം ലാസ്റ്റ് മെമ്മറിയിലേക്ക് ഇന്നായത് ലോ ഓർഡറാണ്. അപ്പോൾ എനിക്ക് എടുക്കേണ്ടത് ആദ്യം ആരെ തന്നെയായിരിക്കും, പോപ്പാണ്. എനിക്ക് ഡാറ്റ എടുക്കുമ്പോൾ ആദ്യം ലോവർ ഓർഡറും രണ്ടാമത്തെ ഓപ്പറേഷനിലായിരിക്കും ഈ അഡ്രസ് ലൊക്കേഷൻ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് എനിക്ക് Hന് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലൊക്കെ ഇൻക്രിമെൻറ്റ് എനിക്ക് ചിലപ്പോൾ രജിസ്റ്റർ ആവാം അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, ചിലപ്പോൾ എന്തായിരിക്കാം ഒരു HL പെയർ തന്നെ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പോപ്പ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസ്. ഇനി ഡിക്രിമെൻ്റ് ആണെങ്കിലോ നമ്മൾ പുഷ് ഇൻസ്ട്രക്ഷൻസ്, അതായത് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആവുന്ന എക്സാമ്പിൾ, അത് ആ കേസിലൊക്കെയാണ് എന്ത് ഡിക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. അവിടെ അഡ്രസ് ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ രജിസ്റ്റർ ആവാം ഇതേപോലെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് രജിസ്റ്റർ പെയർ HL പെയറൊക്കെയാണ് വരുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, അന്നേരം കൊണ്ടുപോയിട്ട് INR എന്നുള്ളത് യൂസ് ചെയ്യരുത്. രജിസ്റ്റർ പെയേഴ്സാണ് നമുക്ക് അതിനെയാണ് നമുക്ക് ഇൻക്രിമെൻറ്റോ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, INX ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. രജിസ്റ്ററോ മെമ്മറിയോ സിമ്പിളി രജിസ്റ്റർ ഓർ മെമ്മറി ആണെങ്കിൽ INR DCR വെച്ചെടുക്കാം, അല്ലെ INRM DCRM മെമ്മറീൻ്റെ ടേംസിലാണ് എടുക്കാം. പക്ഷേ രജിസ്റ്റർ പെയറാണ് നമുക്കവിടെ മെൻഷൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് INX ആയിരിക്കണം എടുക്കേണ്ടത്. അതേപോലെ ഡിക്രിമെൻ്റ് ചെയ്യണമെങ്കിൽ DCX ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വരുന്നത്
ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന സബ്ട്രാക്ഷൻ്റെ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ അഡീഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ആഡ് ഇ, നേരത്തെ നമ്മൾ ആഡ് ബി എടുത്തു, ഇവരിവിടെ ആഡ് ഇ എടുത്തു. അപ്പോൾ നമുക്കറിയാം ആഡ് ഇ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ബിഫോർ എക്സിക്യൂഷൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ ചെയ്യുന്നതിന് മുമ്പേ എന്താണ് ആ 2 രജിസ്റ്റർ. അപ്പോൾ ആഡ് ഇ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം അവിടെ ഓപ്പറൻഡും ഓപ്കോഡ് രണ്ടും സ്പെസിഫൈഡ് ആണ്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ പറയണമെന്നില്ല. ആഡ് ഇ എന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ്, ഇയിലുള്ള കണ്ടൻറ്റിൻ്റെ കൂടെ അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യണം എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സിക്യൂഷന് തൊട്ട് മുമ്പ് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക എ എന്ന് പറയുന്ന രജിസ്റ്ററിൽ C2ഉം ഇ എന്ന് പറയുന്ന രജിസ്റ്ററിൽ B8 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ 2 വാല്യൂ ആഡ് ചെയ്തു. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ആഡ് ഇ ആണ്. ആഡ് ഇ ഉദ്ദേശിച്ചത് ഈ B8ൻ്റെ കൂടെ C2ൻ്റെ വാല്യൂ അക്യുമുലേറ്ററിൽ ഇപ്പോൾ C2 അല്ലേ ഉള്ളത്, അത് ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ CF PF ഇതിൽ 00 ഉദ്ദേശിച്ചത് അതെന്തായിരിക്കും, ആ 5 ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് ഉദ്ദേശിച്ചത് ഫ്ലാഗ് രജിസ്റ്ററാണ്. നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൽ ഉള്ള റിസൾട്ടാണ് നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിൽ റെപ്രസെൻറ്റേറ്റീവ് രജിസ്റ്റർ എന്ന് നമുക്ക് പറയാം, ഫ്ലാഗ് രജിസ്റ്ററിനാണ്. അപ്പോൾ നമ്മൾ ഈ ടാസ്ക് ചെയ്തു. കാരണം ഇൻസ്ട്രക്ടർ ഒരു യൂസർ കൊടുത്തതെന്ന് വെച്ചാൽ ഇത് 2 ആഡ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് തരണം എന്നാണ് യൂസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ എന്താണ്, അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് കിട്ടിയ ഉടനെ ആരെ സെറ്റ് ചെയ്യണം, നമ്മൾ ഫ്ലാഗ് രജിസ്റ്ററിനെ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം നേരത്തെ കേസിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തതുകൊണ്ടാണ് അവിടെ മൊത്തം 0 വന്നത്. അപ്പോൾ ഇവിടെ ക്യാരി ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ക്യാരി ഫ്ലാഗ് അല്ലെ ഓക്സിലറി ക്യാരി ഉണ്ടെങ്കിൽ ഓക്സിലറി ക്യാരി ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും ഫ്ലാഗ് രജിസ്റ്ററിൽ. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ പ്രോസസ്സൊക്കെ ഫ്ലാഗ് രജിസ്റ്ററൊക്കെ സെറ്റ് ആവുന്നത്. ഇനി എക്സിക്യൂഷന് ശേഷം എന്താ സംഭവിക്കുന്നത്, നമ്മൾ പറഞ്ഞു ആഡ് ഇ ആണ് നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ആഡ് ബി ആണ് കൊടുക്കുന്നത്. ഏതായ ഓപ്ഷൻ ആയാലും പ്രശ്നം, ഏത് കമാൻഡ് ആണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് 2 ആഡ് ചെയ്തിട്ട് പിന്നെ എയിലുള്ള വാല്യൂ C2 ആയിരിക്കുമോ, അല്ല, ഇത് രണ്ടും ഈ 2 കണ്ടൻറ്റും ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ആയിരിക്കും പിന്നെ എവിടെ പോയി കിടക്കുക, എയിൽ പോയി കിടക്കുക. പിന്നെ C2 ആയിരിക്കില്ല, അതായത് എക്സ് ഡാറ്റ അല്ലെങ്കിൽ എക്സ് കണ്ടൻറ്റ് ആയിരിക്കില്ല അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ C2 വെച്ച്, അതായത് എയിലുള്ള കണ്ടൻറ്റും ഇയിലുള്ള കണ്ടൻറ്റ് B8 ആണ്, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 7AH ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്, എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കിവിടെ കിട്ടിയ റിസൾട്ട് 7A ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇയിൽ മാറ്റം ഉണ്ടാവുമോ, ഇല്ല, ഇയിൽ ജസ്റ്റ് നമ്മൾ ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. B8 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂസ് നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിസൾട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ആഡ് എ ആവാം, ആഡ് ബി ആവാം, ആഡ് എച്ച് ആവാം, എൽ ആവാം, ഏത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയാലും നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ ആഡ് ADI D8 എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ അഡീഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്താണ്, ഒരു 8 ബിറ്റ് ഡാറ്റയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നേരത്തെ കേസിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജസ്റ്റ് ADDE ആണ് കൊടുത്തെങ്കിൽ ആ കൺസേൺ രജിസ്റ്ററിലെ കണ്ടൻറ്റ് പ്ലസ് അക്യുമുലേറ്റർ രജിസ്റ്ററാണ്. പക്ഷേ ADI എന്ന് ഉദ്ദേശിച്ചത് ഇമ്മീഡിയറ്റ് ഡാറ്റ എന്നാണ്. ഇപ്പോൾ ഇവിടെ D8 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ നമ്മൾ കൊടുത്തെങ്കിൽ ആ ഇമ്മീഡിയറ്റ് ഡാറ്റ വേണം അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ റിസൾട്ട് അക്യുമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് ADI, അതായത് ഇമ്മീഡിയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇമ്മീഡിയറ്റ് അഡീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ പറ്റുന്നിടത്തോളം നിങ്ങൾ അതിൽ മാർക്ക് നോക്കി വെക്കുക, എല്ലാതും കൂടി ഒന്ന് നോക്കി വെക്കുക ഇൻസ്ട്രക്ഷൻസൊക്കെ. കാരണം പല പ്രോഗ്രാംസിലും പല ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും വരുന്നത്. എക്സാമിന് നിങ്ങൾ മാർക്ക് നോക്കിയിട്ട്, കാരണം എല്ലാം കൂടി എഴുതാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല. അപ്പോൾ എക്സാമിന് എത്ര മാർക്കിനാണോ ചോദിച്ചത്, ഇത്രമാത്ര ബ്രീഫ് എക്സ്പ്ലെയിൻ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെ ചെറിയ മാർക്കിന്, അതിനനുസരിച്ച് വേരി ചെയ്യുന്ന രീതിയിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ആഡ് എം ആണെങ്കിൽ എന്തായിരിക്കും, മെമ്മറി കൺസേൺഡ് മെമ്മറി നമ്മൾ പറഞ്ഞു ഒരു HL പെയർ ആയിരിക്കും അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിലുള്ള കണ്ടൻറ്റ് ഞാൻ ചിലപ്പോൾ ആ മെമ്മറീൻ്റെ അവിടെ സെല്ലിൽ ഒരു ഡാറ്റ അങ്ങേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ, ആ ഡാറ്റൻ്റെ കൂടെ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലുള്ള ഡാറ്റ ആഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ട് എന്ത് ചെയ്യും, കണ്ടില്ലേ ഇവിടെ HL കണ്ടില്ലേ, C00A ആണ്, അതായത് 16 ബിറ്റാണ്. HL പെയറിൽ നമുക്ക് ഉണ്ടാകുന്നത് 16 ബിറ്റാണ്, അതായിരിക്കും അവിടെ
സ്റ്റോർ ചെയ്യുന്നത്. തിരിച്ചെന്താണ് മെമ്മറിയിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ അഡീഷൻ കഴിഞ്ഞിട്ട് എന്താണ് C0A അതിലുള്ള കണ്ടീഷൻ എന്താണ് C0A C0B ഇതെന്ന് പറയുന്നത് അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻസ് ആണ്, ഡിഫറെൻറ്റ് അഡ്രസ് ലൊക്കേഷൻസ് ആണ് നമ്മൾ അസൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിൽ എന്തുണ്ടാവും, നമ്മൾ എന്താണോ നമുക്ക് കിട്ടുന്ന വാല്യൂ കാരണം ബിഫോർ എക്സിക്യൂഷൻ വി ഹാവ് എ വാല്യൂ 44 ഇൻ അക്യുമുലേറ്റർ. പക്ഷേ എക്സിക്യൂഷന് ശേഷം എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ടാസ്ക് പ്രോഗ്രാമർ കൊടുത്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, എന്താണോ നമുക്ക് ആ ടാസ്ക് ഉദ്ദേശിച്ചത് അഡീഷനാണ് ഇവിടെ, ആ അഡീഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ B7 ആണ്. സോ അക്യുമുലേറ്ററിൽ എക്സിക്യൂഷന് ശേഷം സ്റ്റോർ ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, B7 ആയിരിക്കും ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള റിമൈനിങ് ഡാറ്റാസ് മാറുമോ, ഇല്ല. അപ്പോൾ അത് അതിനനുസരിച്ചിട്ടുള്ള ക്യാരി ഫ്ലാഗ്സും ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് ഫ്ലാഗ് രജിസ്റ്റർ അവിടെ സെറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കേസ്. അതേപോലെ ACI ഏതാണ് ക്യാരി ഫ്ലാഗ്, അതിൻ്റെ കേസൊക്കെ നോക്കാം. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AD രജിസ്റ്റേഴ്സാണ്. ADC രജിസ്റ്റർ അതിലും ഇതേപോലെ ക്യാരി ഫ്ലാഗിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന രീതിയിൽ, അതേപോലെ ADC-M സബ്ട്രാക്ഷൻ രജിസ്റ്റർ, നമ്മൾ നേരത്തെ അഡീഷൻ പറഞ്ഞ പോലെ സബ്ട്രാക്ഷൻ്റെ കേസുമാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് SUI എന്ന് ഉദ്ദേശിച്ചത് എന്തായിരിക്കും, ഇമ്മീഡിയറ്റ് ഡാറ്റ എന്നാണ്. അപ്പോൾ SUB C എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തെങ്കിൽ ആ സിയിലുള്ള അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ആണ് അതിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നത്. SUB നോക്കാം നമുക്ക്, ഇത് കണ്ടില്ല, SUB രജിസ്റ്റർ എന്ന് ഉദ്ദേശിച്ച് SUB-C എന്നാണെങ്കിൽ എന്താണ് അക്യുമുലേറ്ററിലെ വാല്യൂ എന്നാണ് നമ്മൾ ഏത് രജിസ്റ്ററാണോ നമ്മൾ അസൈൻ ചെയ്ത് ആ രജിസ്റ്റർ നമ്മളുടെ കണ്ടൻറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ആ റിസൾട്ടാണ് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ SUI എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതോ ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ഞാനവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റ ആയിരിക്കും അക്യുമുലേറ്ററിൽ നിന്ന് മൈനസ് ചെയ്ത് പോകുന്ന ആ റിസൾട്ടായിരിക്കും അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവും. ഇതാണ് SUI എന്ന് ഉദ്ദേശിച്ചത് ഇമ്മീഡിയറ്റ് ഡാറ്റ, അതാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അക്യുമുലേറ്ററിൽ നിന്ന്. ഞാനിപ്പോൾ SUI 0AH എന്നാണ് കൊടുത്തെങ്കിൽ അക്യുമുലേറ്ററിലുള്ള ഏതോ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും, അത് മൈനസ് 0A ഹെക്സ് വാല്യൂസ്, അതാണ് H ഉദ്ദേശിച്ചത്, അതിൻ്റെ റിസൾട്ടായിരിക്കും അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കേസ്, സബ്ട്രാക്ഷൻ്റെ കേസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് BCD അഡീഷൻ്റെ കേസിൽ ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ്, BCD അഡീഷനൊക്കെ വരുന്ന കേസിലാണ് നമുക്ക് എന്താണ് ഈ ഒരു DA ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്യുമുലേറ്റർ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യം വരുള്ളൂ BCD അഡീഷന് ശേഷം. അതായത് BCDൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ DA ഡെസിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്യുമുലേറ്റർ അത് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു ഡബിൾ അഡീഷൻ്റെ കേസിൽ, അതായത് 16 ബിറ്റ് അഡീഷൻ്റെ കേസിലാണെങ്കിൽ ഹൈയും ലോയും വരും. അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കും നമ്മുടെ ആ രജിസ്റ്ററിൽ HL രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ DAD-B ആവാം, DAD-D ആവാം, ഇതൊന്നും ഓർക്കുക. 16 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻക്രിമെൻ്റ് രജിസ്റ്ററിൻ്റെ കേസിൽ ഇൻക്രിമെൻ്റ് ഉദ്ദേശിച്ചത് ഉള്ള കറണ്ട് ലൊക്കേഷന് +1 ആയിരിക്കും വരുന്നത്. അത് മേ ബി രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു മെമ്മറി ആവാം അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ ഒരു 1 സ്റ്റെപ്പ് എബോവ് ആയിട്ടായിരിക്കും INR എന്ന് പറയുന്ന ഒരു രജിസ്റ്ററാണ് അല്ലെങ്കിൽ മെമ്മറിയാണ് നമ്മൾ കൺസെപ്റ്റ് കൊടുക്കുന്നെങ്കിൽ. അതേപോലെ DCR. പിന്നെ ശ്രദ്ധിക്കേണ്ടത് INX ആണെങ്കിൽ നമ്മൾ രജിസ്റ്റർ പെയറാണ് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ INX ആയിരിക്കും വരുന്നത്. അതുപോലെ DCX എന്ന് ഉദ്ദേശിച്ചത് ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടത് രജിസ്റ്റർ പെയർ ആണെങ്കിൽ കണ്ടില്ല SP-1, അതായത് ഡിക്രിമെൻറ്റഡ് ബൈ 1 ആയിരിക്കും സ്റ്റാക്ക് പോയിൻ്റർ വെച്ച് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്തിട്ടെടുക്കാം. എക്സിക്യൂഷൻ കേസിൽ 1000 ആണെങ്കിൽ ആ എക്സിക്യൂഷന് ശേഷം എന്തായിരിക്കും ഒരു സ്റ്റെപ്പ് കുറക്കുക എന്ന് പറയുമ്പോൾ 0FF ആയിരിക്കും ആ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് മെയിനായിട്ട് വരുന്നത്. ഇത്രയാണ് DCR-M ഉദ്ദേശിച്ചത്. മെമ്മറി എന്നാണ് DCR-M ഉദ്ദേശിച്ചത്, നമുക്ക് മെമ്മറിയാണ് അവിടുത്തെ M എന്ന് ഉദ്ദേശിച്ചത് ഒരു HL പെയർ ആയിരിക്കും. അതിൽ നിന്നാണ് എന്ത് ചെയ്യുക 1 സ്റ്റെപ്പ് ബിലോ വരേണ്ടത്, അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഇവിടെയുള്ള വാല്യൂസ് നോക്കി. HL പെയർ നമ്മൾ 2010 ആണ് ബിഫോർ എക്സിക്യൂഷൻ. അതിന് തൊട്ട് മുമ്പ് അവിടെ ഉണ്ടായ വാല്യൂ 2010 FAയും 2011 02 ആണ്. ഈ ഡിക്രിമെൻറ്റ് എന്തോ ഒരു ഓപ്പറേഷൻ അവിടെ ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ അവിടുത്തെ വാല്യൂ മാറിയത്. കാരണം ഈ ഓപ്പറേഷൻ ഏതോ ഒരു ഓപ്പറേഷന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ F9 ആണ്. ഈ അഡീഷന് ശേഷം F9 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ
ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എന്താണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത് F2010 എത്തണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആ വാല്യൂ ചേഞ്ച് ചെയ്യിക്കണം, നമുക്ക് ഡിക്രിമെൻ്റ് ചെയ്യണ്ടേ. കാരണം ഏതാ വലുത്? അഡ്രസ് ലൊക്കേഷൻ 2011 ആണോ 2010 ആണോ വലുത്? 2011 ആണ്. അപ്പോൾ ആ ലൊക്കേഷൻ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം? 2010 എത്തിക്കണം, ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കേസിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്രിമെൻറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ചുണ്ട് സോർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഈ ഒരു കേസ് വേണ്ടി വരും. കാരണം എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് സോർട്ടിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അസെൻഡിങ് ആവാം, ഡിസെൻഡിങ് ആവാം. അത് 1, 2, 3 കൂടി വരുന്ന ക്രമത്തിലാവാം. അപ്പോൾ റാൻഡായിട്ട് നിങ്ങൾക്ക് ഒരു 5 നമ്പർ 5, 4, 3, 2, 1 എന്ന് പറയുന്ന ഒരു റാൻഡായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്താണ് 1, 2, 3, 4, 5 ഇങ്ങനത്തെ ഒരു ഓർഡറിൽ എത്തിക്കണം. അപ്പോൾ നമുക്കുള്ള ലൊക്കേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ആദ്യം ഈ ഓരോ വാല്യൂവിനും പിടിച്ചിട്ട് ആദ്യം ഓരോ അഡ്രസ് ലൊക്കേഷനിലേക്ക് അസൈൻ ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ടായിരിക്കും ഇതിനെ കമ്പയർ ചെയ്തിട്ടൊക്കെ ക്യാരി ഉണ്ടോ ഇല്ലയോ ഓരോന്നിനും ചെക്ക് ചെയ്ത് നോക്കണം. എന്നാലും മാത്രമേ നമുക്ക് അതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കിട്ടണമെങ്കിൽ എല്ലാത്തിനോടും എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.